ഹായ് ഗൈസ്, വീണ്ടും നമ്മൾ വിളക്കെണ്ണ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതിൻ്റെ കുരുവാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം, ദേ അടുത്തേക്ക് വരൂ. യെസ് യെസ് യെസ്, ഗ്രീൻ കളർ ഉണ്ടമണി അല്ലേ. ഇതാണ് നമ്മളുടെ വിളക്കെണ്ണ എന്ന് പറയുന്ന സംഭവം. കണ്ടാ, ഇതിൻ്റെ എന്താണ് വിളക്കെണ്ണ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് വിളക്കെണ്ണ എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫ്രണ്ട് മിസ്റ്റർ കന്തസ്വാമി അവർ പറയുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ ഓടിപ്പോയി. எஸ் யூஸ் ஒன்று சொல்ல முடியுமா என்னென்ன யூஸ் பண்ணுவாங்கன்னு சொல்லி? ഹെൽത്തൊക്കെ ரொம்ப നല്ലതെന്ന് പറയണേ. எப்படி ഹീറ്റ് റെഡ്യൂസ് ആകും. പിന്നെന്താണ് ഫുഡ് நம்ம சாதம் சமைக்கும் போது யூஸ் பண்ண முடியுமா? എണ്ണ மாதிரி യൂസ് பண்ணிடலாம்ல. அதுக்கு അപ്പോൾ ഇത് ഓയിൽ മാതിരി നമ്മൾ വിളക്കെണ്ണ എന്ന് പറയുന്നത് ഒരു സീഡാണ്. ഇംഗ്ലീഷിൽ തന്നെ சொல்ல முடியும் தெரியுமா? വിളക്കെണ്ണേൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംഭവമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ടായി നിൽക്കുന്ന നമ്മുടെ മരം കാണാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ മുന്തിരിത്തോപ്പിലൊക്കെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അല്ലേ. വിളക്കെണ്ണ ശരിക്കും പറഞ്ഞാൽ തമിഴന്മാർ ദേഷ്യം വരുമ്പോൾ പോടാ വിളക്കെണ്ണ എന്നൊക്കെയും പറയും. അപ്പോൾ ആ സംഭവം എന്താണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വളരെ ക്ലോസപ്പായിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണാനാണ്. അപ്പോൾ ഇതിവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് ക്ലോസപ്പ് വന്ന് വെരി ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മളുടെ വിളക്കെണ്ണ. വിളക്കെണ്ണ ഈസ് എ ഹെൽത്തി തിങ്. ഓയിൽ മാതിരി നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് ഇത്. ഓയിൽ സീഡ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയാണ് ഇവിടെ വിളക്കെണ്ണ എന്ന് പറയുന്ന സംഭവം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിളക്കെണ്ണ നമുക്കിവിടെ കാണാനായിട്ട് സാധ്യമാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലോസപ്പ് വ്യൂ കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ വിളക്കെണ്ണ എന്ന് പറയുന്നത് നമുക്കിതേ ബ്യൂട്ടി ഓഫ് നേച്ചർ ഇൻ മൈ ഹാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമ്മുടെ വിളക്കെണ്ണയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമാവുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിളക്കെണ്ണ നമുക്കിതേ ചെടിയിൽ ഇങ്ങനെ വന്നേക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനെ അവണക്കെണ്ണ എന്നോ ഞാൻ പറയുന്നത് തോന്നുന്നു, അറിഞ്ഞുകൂടാ. സോ ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. സോ സ്റ്റേ ട്യൂൺഡ് ദെൻ ബൈ ബൈ. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്.